ഞങ്ങളുടെ സ്കിറ്റ് ആരംഭിക്കുകയാണ്. സ്കിറ്റ് ആരംഭിക്കുന്നതിനായി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരു ഗാനമേള പരിപാടിയാണ്. സ്റ്റാർ സിംഗർ വരാത്തതുകൊണ്ട് ഉത്സവ പരിപാടി നഷ്ടപ്പെടുമെന്ന് വന്നപ്പോൾ ട്രൂപ്പ് ഓണർ ഭജന പാടുന്ന ഒരു പാട്ടുകാരനെ വെച്ച് ഗാനമേള നടത്തുകയാണ്. ഇതിൽ എല്ലാ ഉത്സവ കമ്മിറ്റിയിലും പോലെ എല്ലാത്തിലും അനാവശ്യമായി കയറി ഇടപെടുന്ന ഒരു സംഘാടനയും കാണാം. ഞങ്ങൾ ആരംഭിക്കുകയാണ്. മാന്യ ഉത്സവത്തിനെത്തിയിരിക്കുന്ന നമ്മുടെ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെയധികം ധീരമായ കരിമരുന്ന് പ്രയോഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ആകാശത്തേക്ക് നോക്കുക. വളരെ വർണ്ണമനോഹരമായ പടക്കങ്ങൾ മുകളിലേക്ക് പോയി ചിതറി താഴേക്ക് വരികയാണ്. അതുപോലെ തന്നെ പച്ച, മഞ്ഞ, ചെവല, കറുപ്പ് കലർന്ന വയലറ്റ് നിറത്തിലുള്ള നിറങ്ങളൊക്കെ ഇങ്ങനെ താഴേക്ക് വരികയാണ്. ഈ വർണ്ണമനോഹരമായ കരിമരുന്ന് പ്രയോഗം എല്ലാവരും ആസ്വദിക്കുക. എന്റെ ഒരു വാച്ച് കാണാതെ പോയി, അതുകൊണ്ടൊന്ന് വിളിച്ചു പറഞ്ഞതല്ലേ, കണ്ടു കിട്ടുന്നവർ തിരിച്ചേൽപ്പിക്കാൻ. ഓക്കെ. പ്രിയരെ, സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് സമയം. അതുപോലെ തന്നെ നമ്മൾ സമയത്തിന് പുറകെ പായണം. അത് നമുക്ക് കൂടെ ഒരിക്കലും വരില്ല. അങ്ങനെയുള്ള സമയം നോക്കുന്ന ഒരു വാച്ച് അത് ഇവിടെ കൈമോശം വന്നിട്ടുണ്ട്. കിട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സമയം കിട്ടുമ്പോൾ ഇവിടെ കൊണ്ടേപ്പിക്കണം. പിന്നെ പരിപാടിയൊക്കെ റെഡിയാണല്ലോ? എല്ലാം റെഡിയാണല്ലോ. പിന്നെ ഇത്ര നിന്നുള്ള ചീനി പിടിങ്ങി വെച്ചിട്ടുണ്ട്. പരിപാടിക്ക് ചീനി പിടിങ്ങിയതും കാന്താരി മുളകുമാണ്. സന്തോഷമായല്ലോ. പിന്നെ അടിപൊളി പാട്ട് പാടാൻ പാടുകളും. ഓക്കെ ഓക്കെ, തുടങ്ങുന്ന അനൗൺസ്മെന്റ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഉടനെ ശബ്ദത്തിലാണോ അനൗൺസ് ചെയ്തത്? നല്ല ശബ്ദം അവൻ വന്നില്ലല്ലോ. മറ്റേ അനൗൺസ്മെന്റ് ചെയ്യണം. അനൗൺസ്മെന്റ് ചെയ്യാൻ വന്നില്ലേ? ഇല്ല. നമ്മുടെ പയ്യനോടുണ്ട്, അവനെ കൂട്ടാ ചെയ്തു കൊടുക്കും. അവനെ കൂട്ടാ. അതെ, ഞാനാണ് ഈ ഗ്രൂപ്പിന്റെ ഓണർ. അപ്പൊ ഇന്നത്തെ അനൗൺസ്മെന്റ് ചെയ്യണ ആൾ വന്നിട്ടില്ല. മോനൊരു കാര്യം ചെയ്യണം, ഞങ്ങൾക്ക് ഒന്ന് അനൗൺസ്മെന്റ് ചെയ്യണം. അല്ല, അനൗൺസ്മെന്റ് ചെയ്ത് തരാം, പക്ഷെ പൈസ പണത്തിന്റെ കാര്യം നീ നോക്കണ്ട, ഞാൻ ചെയ്തു തരും. പോരെ? എന്നാ ചെയ്തോ. നല്ല ബേസ് ഇട്ട് ചെയ്തു. ബേസ് നല്ല ബാസ് ഇട്ട്. അല്ല, ബാസിട്ട് ബാസൊന്നും വേണ്ട. ബാബു അയ്യോ, എന്തൊരു ബാധ എടുക്കണം. കുറച്ച് മതി. പ്രിയ കലാസ്നേഹികളെ, ഗാനമേള ആരംഭിക്കുകയാണ്. ഹരിമുരളീരവമാണ് പാടുന്നത്. ഹരിമുരളീരം സൂപ്പർ സ്റ്റാർ മോഹൻലാൽ അഭിനയിച്ച ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിലെ ഹരിമുരളീരവം എന്ന ഗാനം പാടുന്നത് പീതാംബരൻ ആലപിക്കുന്നു. പീതാംബരൻ. അയ്യോ, ഞാനല്ല, സുരേഷ്. ആലപിക്കുന്നു സുരേഷ്. ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയ മോഹനരാഗം. ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയ മോഹനരാഗം. മധുമൊഴിരാതെ 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 നിന്നെ തേടി അലയുകയാണിനി മാധവ ജന്മം. ഹരിമുരളീരവം
ഹരിത വൃന്ദാവനം പ്രണയ സുധാമയമോ കേരളാഗോ. ഇതന്നെ കാണിക്കുന്നത്. നീ ഞങ്ങളെ ഒന്ന് സൂചിപ്പിച്ചു, ഞാൻ നിന്നെ ഒന്ന് സൂചിപ്പിച്ചു, തീർന്ന് മാല കൊടുക്കാൻ ഈ പാട്ട് ഇവിടെ പറ്റത്തില്ല. പിന്നെ ഇവിടെ ദിലീപിന്റെ പാഞ്ചുകാരാണ് കൂടുതൽ. ദിലീപിന്റെ പാഞ്ചുകാർ അവരുടെ പാട്ട് പാടണം, ദിലീപിന്റെ പാട്ട് പാടാൻ പറ്റും. ദിലീപിന്റെ പാട്ടുണ്ടല്ലോ, ദിലീപിന്റെ പാട്ടുണ്ട്. എന്നാ പിന്നെ ദിലീപിന്റെ പാട്ട് മംഗളങ്ങൾ പാടി. ഗാനമേള തുടങ്ങിയില്ല, അതിന് മുമ്പ് നീ മംഗളം പാടി നിർത്താൻ പോകണം. അയ്യോ മംഗളം പാടിയെന്നല്ല, മംഗളങ്ങൾ വാരിക്കോരിച്ചു. എന്നാ വാരിക്കോരി ചൊരിയാൻ പോലെ മര്യാദക്ക് ചൊരിഞ്ഞോണം ഇവിടെ നിന്ന്. മര്യാദക്ക് മംഗളങ്ങൾ വാരി ചൊരിയാ. ഗാനങ്ങൾ വന്നോണ്ടിരിക്കണോ ആൾക്കാർ നിർത്തിച്ചോണ്ടിരിക്കുക. അത് ദിലീപിന്റെ ഏതാ? ദിലീപിന്റെ മറ്റേ വേലക്കാരൻ. അല്ല വീട്ടുടമയോ? പ്രിയരെ, കാര്യസ്ഥൻ എന്ന ദിലീപ് ചിത്രത്തിലെ മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാം എന്ന ഗാനം സുരേഷ് അന്റെ പാർട്ടി പിന്നെ അവരും പാടുന്നത് സുരേഷ് ആന്റെ പാർട്ടി പിന്നെ അവരും. ഗുരുവികളെ വരൂ ഗുരുവികളെ, നവമിദിനങ്ങൾ യുവമിദിനങ്ങൾ ഇവർക്കായം സകലേക മംഗളങ്ങൾ 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 വാരി കോടി കോടിയാം നമുക്കിനി മധുവിധുവാസന്തരാവി. മംഗളങ്ങൾ വാരി കോടി കോടിയാം നമുക്കിനി മധുവിധുവാസന്തരാവി. പടുമെന്ന വിരിച്ചതിരുതാ ഇവരെ കല്യാണ പാട്ടുപാടി പുറത്തായാൻ താവരപ്പൂ രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ. ആൾക്കാർ കാണുന്നു. വാവറ്റം പറഞ്ഞിട്ട് എന്നെ പ്രാവോറ്റുമായിരുന്നു ചെയ്തു. ഇതേത് പാട്ടാണ്? മറ്റേ മംഗളങ്ങൾ ഇങ്ങനെയാണോ ഇതാവുമ്പോൾ ഇങ്ങനെയാണോ ഗാനമേള നടത്താൻ പറഞ്ഞത്? ഈ പാട്ടൊന്നും വേണ്ട. പിന്നെ ജനു ഇളകണം, ചെറുപ്പം എന്റെ പിള്ളേർ ഇളകണം. ആണോ? തമിഴ് പാട്ട് തമിഴ് ഗീറ്റ് തമിഴൊക്കെ എപ്പോൾ റെഡിയാക്കി നിനക്കെന്താ ഗീറ്റം നെയ്യോ? ഞാൻ ചീറ്റുന്നുണ്ട്. എന്നെ കൊണ്ട് പഠിപ്പിച്ചു ചീറ്റാൻ പറ്റും. ഞാൻ ചീറ്റാം. ഞാൻ വൈകിട്ടോ അതെ പിടിക്കില്ല, അത് പിടിക്കില്ല. തരത്തടിക്കും. എന്റെ കഞ്ഞി പേര് പിടിക്കും. അനൗൺസ് ചെയ്യാൻ പറഞ്ഞു. അനൗൺസ്മെന്റ് ഏത് പാട്ട്? നമ്മുടെ വീട്ടിൽ അതെ ഇളയരാജ സാറിന്റെ പാട്ട്. ഇളയരാജ സാർ ഇളയായാലും മൂത്തായാലും പാടുന്നുണ്ടോ? അത് ഞാനൊന്ന് ചെക്ക് ചെയ്യും. വേണ്ട ചെക്ക് ചെയ്യണ്ട, ഞങ്ങൾ ചെക്ക് ചെയ്തോളാം. ഇളയരാജ സാറിന്റെ ഒരു പാട്ടുണ്ട് നമ്മുടെ കിഴക്ക് സിനിമയിൽ കിഴക്ക് വാസൽ എന്ന ചിത്രത്തിലെ ഇളയരാജ ഈണം പകർന്ന അട വീട്ടുക്ക് വീട്ടുക്ക് എന്ന ഗാനം ആലപിക്കുന്നു ഇവൻ. ഇവൻ എന്തായി കാണിച്ചിട്ട് പോണത്? കുഴപ്പമില്ല, പാട് 1 2 3. അടവീട്ടുക്ക് വീട്ടുക്ക് വാസ പടിവേണോ, അടവീട്ടുക്ക് വീട്ടുക്ക് വാസ പടിവേണോ, ചെറുകൂത്തുക്ക് പാട്ടുക്ക് താളം എതുവേണോ, ഇത് താളമില്ല കൂത്തും ഒരു താളമില്ല പാട്ടും, ഒരു താളമില്ല കൂത്തും ഒരു താളമില്ല പാട്ടും, കതികിണതോ 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 അടവീട്ടുക്ക് വീട്ടുക്ക് വാസ പടിവേണോ, ചെറുകൂത്തുക്ക് പാട്ടുക്ക് താളം എതുവേണോ. അതെ ഇതല്ല ഇതല്ല ചേട്ടാ, ഇത് ഗാനമേള എല്ലാരും ചോദിക്കുന്നുണ്ടല്ലോ. നീ പറഞ്ഞ പോലെ സൂചിച്ചു. ഇതല്ല ഇത് പോരാ. ഇത് വേണം. വിജയുടെ പാഞ്ചാരാണ്. പിന്നെ ഇവിടെ നമ്മുടെ പിള്ളേർ വിജയുടെ പാഞ്ചാര് ഒരുപാട് കണ്ടോ? വിജയുടെ പേര് പറഞ്ഞപ്പോ കണ്ടോ? വിജയുടെ പേര് പറഞ്ഞു. പക്ഷെ വേറെ കുഴപ്പമുണ്ട്. കുറച്ച് ആൾക്കാർ വന്നോണ്ട് പറഞ്ഞു നാടൻ പാട്ട് പാടണം. നാടനും
ഈ രാത്രി ഇനി നാടൻ ഒരുപാട് ശർക്കര കാശിലാണ് ഞാൻ ഇവിടെ പെട്ടെന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുതരാം. നാടനാ നല്ലത്. അതല്ല നാടൻ പാട്ട്. നാടൻ പാട്ട് അത് തന്നെ. നാടൻ പാട്ട്. അത് തന്നെ. അതൊന്നും എനിക്കറിയണ്ട. വിജയുടെ പാടും വേണം, നാടൻ പാട്ടും വേണം. അതെ, വിജയിയുടെ പാട്ട് അതിന്റെ പൊലിപ്പിച്ചങ്ങ് പറഞ്ഞേ. തമിഴിലെ സൂപ്പർ താരം വിജയ് അഭിനയിച്ച ഒരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ഒരു ഉഗ്രൻ നാടൻ പാട്ട് ആലപിക്കുന്നു. നാനടിച്ചാ താങ്ങമാട്ടെ നാലു മാസം തൂങ്ങമാട്ടെ മോദിപ്പാട് വീട്ടിൽ പോയി ചേരമാട്ടെ ചേരമാട്ടെ നാനടിച്ചാ താങ്ങമാട്ടെ നാലു മാസം തൂങ്ങമാട്ടെ മോദിപ്പാട് വീട്ടിൽ പോയി ചേരമാട്ടെ 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 ചേരമാട്ടെ. ഈ കണക്കിന് അങ്ങോട്ട് പോയാൽ വീട്ടിൽ ചെന്ന് ചേരമാട്ടെ. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്തോന്നു? പിള്ളേരുടെ പാട്ടുണ്ട്. പിള്ളേരുടെ പാട്ട് ഇപ്പോഴത്തെ പാട്ട് പാടണം. ഇപ്പോഴത്തെ പാട്ടോ? ഇപ്പോഴത്തെ പിള്ളേരുടെ പാട്ട് പാടണം. ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ അപ്പൻ ചുട്ട പാട്ട് പാടണം. അപ്പൻ ചുട്ട ഇവിടെ അപ്പൻ ചുടണം. അത് ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. ആര് ചുടും? ഞാൻ ചുടും. എന്നാ നീ ഇന്ന് തിന്നോണ്ട് പോകും. ഏത് പടം? ഈ മമ്മൂട്ടിയുടെ മകനില്ലേ ദുൽഖർ സൽമാൻ. പുള്ളി അഭിനയിച്ച ഒരു പടം ഉണ്ടല്ലോ, ഈ അതിൽ പാട്ട് പറഞ്ഞാൽ മതി. പറഞ്ഞാൽ കൊലിപ്പിക്കണം. പ്രിയരെ, മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ അഭിനയിച്ച ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിലെ അപ്പൻ ചുട്ട എന്ന പാട്ട് ആലപിക്കുന്നു അമ്മായിപ്പൻ. നിന്റെ അമ്മായിയപ്പൻ. അപ്പങ്ങളൊന്നായി ഒറ്റയ്ക്കു ചൂട്ടമായി അമ്മായി ചൂട്ടര് മറുമോനുകായി അപ്പങ്ങളിൽ ഒന്നായി തൊട്ടല്ലോ അമ്മായി.